ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവുന്നൂർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് BS6 സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പോൾ BS6 സ്റ്റാൻഡേർഡ് വണ്ടിൻ്റെ ഒരു വീഡിയോസിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു 3-4 നെഗറ്റീവ്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു വണ്ടിയും ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയും പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു വണ്ടിയും BS6 സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അത്രയും എൻക്വയറിയാണ് ഈ വണ്ടിക്കുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറേ ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ് BS6 സ്റ്റാൻഡേർഡ് എടുക്കുമ്പം അത് അങ്ങനെയാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവർക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ആൻസറാണ് തരാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 നെഗറ്റീവ്സ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യവും ഇതിന് വരാൻ സാധ്യതയുള്ള 3-4 കംപ്ലയിൻസുമാണ് ഞാൻ പറയുന്നത്. അതിലിപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് ഞാൻ ഫസ്റ്റിനെ കാണിച്ചു തരാം. ഇത് നോക്കുക, ഇത് ഫ്യൂൽ ഇൻഡിക്കേഷനും MIL ലൈറ്റ് മാത്രമേ ഉള്ളൂ. ABS ലൈറ്റ് കത്തുന്നില്ല. കാരണം അവർ ബൾബ് ഊരി വെച്ചതായിരിക്കും. ബൾബ് ഊരി വെച്ചതാണ് ഈ വണ്ടിയുടെ. അപ്പോൾ ഈ ബൾബ് ഊരി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം റണ്ണിങ്ങിൽ നമ്മൾ ലൈറ്റ് കത്തുന്നത് മാത്രമേ നമ്മൾ അറിയുള്ളൂ, ശ്രദ്ധിക്കാറുള്ളൂ. കാരണം ഇത് ഇഗ്നിഷൻ ഓൺ ചെയ്ത ഉടനെ തന്നെ ഇത് ഓൺ ആവണം. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും യൂസ്ഡ് മാർക്കറ്റിൽ ഒരു ചെറിയൊരു തരികിട നടക്കുന്നത്. അപ്പോൾ ABSൻ്റെ മോഡുലേറ്റർ കംപ്ലൈൻറ്റ് ആവുന്നത് ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ABS പോയിട്ടുള്ള വണ്ടികളുടെ എൻ്റെ അഭിപ്രായത്തിലൊരു 90% മോഡുലേറ്റർ പോയതായിരിക്കും. അപ്പം ഇത് പാർട്ടി എടുത്തുകൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ എടുത്തിട്ട് കുറേ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല, ഈ ലൈറ്റ് കത്തോ ഇല്ലെന്നൊരു അവർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ABS മോഡുലേറ്ററിൻ്റെ കാര്യം നല്ല ഭാരിച്ച ചിലവ് വരുന്ന 15-16 രൂപ ചിലവ് വരുന്ന ഒരു കേസാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതൊരു നെഗറ്റീവ്സ് തന്നെയാണ് ഈ ABSൻ്റെ മോഡുലേറ്റർ. കാരണം അത് ABSൻ്റെ മോഡുലേറ്റർ കൊടുത്തേക്കുന്ന സ്ഥലം ഇവിടെയാണ്, ഈ ഭാഗത്താണ് ABSൻ്റെ മോഡുലേറ്റർ കൊടുത്തത്. അപ്പോൾ മഴയത്ത് പോവുകയാണെങ്കിലും ഹൈ സ്പീഡിലൊക്കെ വെള്ളത്തിലൊക്കെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഈ ലെവലിലൊക്കെ പോകണം, വെള്ളം അടിച്ച് കയറും. മാത്രമല്ല ഏറ്റവും അധികം മണ്ണും ചെളിയൊക്കെ അടിഞ്ഞു കൂടുന്ന ഭാഗമായിരുന്നു. വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫോഴ്സിൽ വെള്ളം അടിക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. ഇവിടെയൊക്കെ ഡസ്റ്റ് ഏരിയ നല്ലോണം കാണുന്നതുകൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഇതിലേക്ക് വെള്ളം അടിക്കും. അപ്പോൾ ഇത് ABS മോഡുലേറ്റർ എന്നുള്ള നമ്പർ 1 കംപ്ലയിൻസ് ആണ് ഇതിന് വരുന്നത്. രണ്ടാമത്തെ പോണത് ത്രോട്ടിൽ ബോഡിയാണ്. ഇപ്പോൾ ടോട്ടൽ ബോഡി വണ്ടി റേസിങ് ചിലപ്പോൾ റേസായി നിൽക്കും, റേസിങ് കുറയും, കൂടും. ടോട്ടൽ ബോഡി കംപ്ലയിൻസ് നല്ലോണം വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ECMൻ്റെ കംപ്ലയിൻസ് വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ ECM വരുന്നത്. അപ്പം ഈ ഒരു കംപ്ലയിൻസ് നല്ലോണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് രീതിയിലല്ല ഈ ഒരു വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പോൾ അതാണ് ഡസ്റ്റ് പൊടിയൊക്കെ പിടിച്ച് തീരെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ് സാധനം അല്ലേ. ഇത് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊക്കെ നിങ്ങൾ അയച്ച് ശരിക്കും പ്ലേസ് ചെയ്ത് അതൊക്കെ ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം. വണ്ടി എടുക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ശരിക്കും പിന്നൊക്കെ ലൂസാകാൻ അങ്ങനെ ECM കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ. അതൊക്കെ ശരിക്കും പ്ലേസ് ചെയ്യണം. അതേമാതിരിയുള്ള ഒരു കംപ്ലയിൻസ് ആണ് ഹെഡ്ലൈറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം. ഈ റിലേകൾ റണ്ണിങ്ങിൽ പെട്ടെന്ന് ഓഫായി പോവാൻ വണ്ടി ഈ റിലേ കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് ആദ്യമായിട്ട് അയക്കാനുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ഊരിയതാണ്. ഇതൊന്നും പ്ലേസിങ് കറക്റ്റ് പ്ലേസിലല്ല കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ വണ്ടി വൈബ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു കവറിൽ ശരിക്കും പ്ലേസ് ചെയ്ത് ടൈറ്റ് ചെയ്തിടണം. ഇത് വൈബ്രേറ്റ് ചെയ്ത് വണ്ടി റണ്ണിങ്ങിൽ മിസ്സാകുക, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പോകാനുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഒരു മൈനസ് തന്നെയാണ്. ഇത് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഈ കവർ ഇങ്ങോട്ട് ഊരുക, അയക്കുക, ECM കറക്റ്റ് പ്ലേസ്ഡ് ആണോ നോക്കുക. അതേമാതിരി ഇത് നല്ല ടൈറ്റ് ആണെന്നാണ് റിലേ കളിക്കുന്നുണ്ടോ. ഇത് ഇതിൻ്റെ ഒരു മൈനസ് ആയിട്ട് തന്നെ പറയാം. കാരണം ഇത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കറക്റ്റ് പ്ലേസ്ഡ് ആണോ നോക്കണം. പിന്നെ ECM കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. 4000 സംതിങ് ആണ് അതിന് വില വരുന്നത്. അതേമാതിരി മോഡുലേറ്റർ മറ്റേ ഇത് വരുന്നുണ്ട്, പിന്നെ ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആണ് 4000 സംതിങ് അതിന് വില വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു കോമൺ വിഷയമാണ് ABSൻ്റെ ഫ്രണ്ട് കേബിൾ കട്ടായി പോകാന്നുള്ളത്. ഇതുണ്ടല്ലേ, ഈ കേബിൾ വല്ല കാരണവശാലും ഇവിടെ നിന്ന് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ, ഈ ക്ലിപ്പ് മറ്റേ കാര്യങ്ങളൊക്കെ മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കും. അങ്ങനെ ABSൻ്റെ കേബിൾ പൊട്ടും, സെൻസറിൻ്റെ കേബിൾ പൊട്ടും. അപ്പോൾ അങ്ങനെയും
സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പ്ലേസ്ഡ് ആണോ, ഈ സെൻസറിന്റെ കേബിളൊക്കെ കറക്റ്റ് പ്ലേസ്ഡ് ആണോ, അതേമാതിരി ഇത് കറക്റ്റ് ടൈറ്റായി നിൽക്കുന്നുണ്ടോ, അതായത് പിന്നെ ബ്രേക്ക് ഓയിലിന്റെ പൈപ്പ് കറക്റ്റ് ടൈറ്റിംഗ് ആണോ അത് നോക്കണം. അതൊക്കെ എനിക്കൊരു മൈനസ് ആയിട്ട് തോന്നിയിട്ടുള്ള വിഷയമാണ്. പിന്നെ നെക്സ്റ്റ് മൈനസ് ആണ് എൻഡുറൻസിന്റെ കാലിപ്പർ സിസ്റ്റം. എൻഡുറൻസിന്റെ കാലിപ്പർ സിസ്റ്റം എപ്പോഴും ബ്രേക്ക് ജാം ആവുന്നൊരു വിഷയം ഉണ്ടായാലും ആമ വർക്ക് ചെയ്യില്ല, ഐശ കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പൊ നയിക്കുന്ന സമയത്ത് നല്ലോണം ഈ സാധനം ആമ കറക്റ്റ് വർക്കിംഗ്, അതിപ്പോൾ ആമ വർക്കിംഗ് ആണ്, കുഴപ്പമില്ല, അത് ഇളക്കി വെക്കില്ല, അറിയാം ആമ വർക്കിംഗ് ആണ്. അപ്പോൾ ആമ വർക്കാവാതെ മണ്ണും ഡസ്റ്റും മണ്ണും ചെളിയൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ ജാമായിട്ട് തുരുമ്പ് പിടിച്ച് പിടിക്കുന്ന ഒരു പ്രശ്നം എൻഡുറൻസിന്റെ ഈ ബ്രേക്ക് സിസ്റ്റത്തിന്, ഈ കാലിപ്പർ സിസ്റ്റത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് കിട്ടുന്ന ഒരു ഭാഗമാണിത്. പിന്നെ വരുന്ന വിഷയമാണ് കൊടുത്തേക്കുന്ന ജസ്റ്റ് ഒരു ബാർ ക്രാഷ് കാർഡാണ്. ഈ വണ്ടി ജസ്റ്റ് തട്ടിയിട്ട് വന്ന കേട്ടോ, ഈ സെൻസറിന്റെ ഈ കേബിൾ പൊട്ടി പോവാന്നുള്ളത്. ഇതിന് ക്രാഷ് കാർഡ് കൊടുത്തിട്ട് ഓക്സിജൻ സെൻസറിന്റെ കേബിൾ പൊട്ടി പോവാന്നുള്ളൊരു കംപ്ലയിൻസ് നല്ലോണം കാണുന്നുണ്ട്. അത് ക്രാഷ് കാർഡ് അതൊരു മൈനസ് ആയിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ക്രാഷ് കാർഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇതിന് തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം അപ്പോൾ പൊട്ടും, കറക്റ്റ് തിരിഞ്ഞിട്ട് പൊട്ടും. അപ്പം അതാണ് ഈ ഒരു കാര്യത്തിൽ BS6 വണ്ടിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞത്. ഈ ഒരു കംപ്ലയിൻസിന്റെ ഈ ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ ടാങ്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ, ഇതിന്റെ ടാങ്ക് അല്ല. അപ്പൊ ഇത്രയും കംപ്ലയിൻസ് ആണ് ഈ ഒരു പിന്നെ BS6 കംപ്ലയിൻസ് പിന്നെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ മൈനസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ എടുക്കുന്ന ആളുകൾ, വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗങ്ങളൊക്കെ വളരെ വൃത്തിയാണോ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ എപ്പോഴും എടുക്കുന്ന സമയത്ത് പിന്നെ ഡീലർമാരാണെങ്കിലും ABSന്റെ ലൈറ്റ് പിന്നെ സെൻസറിന്റെ കാര്യമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്തോ വിഷയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ നിങ്ങളോട് പറയാറുണ്ടാവുക. സാധാരണ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഇന്നലെ തന്നെ ഒരു പാർട്ടി വിളിച്ചോളൂ. അപ്പം നമുക്ക് നല്ല അറിയുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കട്ടെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പിന്നെ വാറണ്ടി പിന്നെ കുറച്ച് കൊണ്ട് ചെക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എന്താ വേണ്ടത് ചെയ്യാന്ന് പറയാമെങ്കിൽ അങ്ങനത്തെ വണ്ടി എടുക്കാം. കാരണം ഭാരിച്ച ചെലവ് വരുന്ന 2 ABS മോഡുലേറ്ററാണ്. പിന്നെ ബൈപ്പാസ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. റൈസിങ് വണ്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ബോഡി മാറ്റാതെ ബൈപ്പാസ് ചെയ്ത് വിടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളുണ്ടാവും. അപ്പോൾ BS6 വണ്ടിൻ്റെ ഞാൻ പറയാം, BS6ലേക്ക് ആദ്യം എൻ്റർ ചെയ്തൊരു സെക്ഷൻ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ BS6 വണ്ടിക്ക് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിലുണ്ട്. പക്ഷെ അതൊക്കെ റോയൽ എൻഫീൽഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി J സീരീസ് വണ്ടിയിൽ അങ്ങനത്തെ ഒരു വിഷയം ഉദിക്കുന്നേ ഇല്ല കേട്ടോ. ഇപ്പോൾ വരുന്ന വണ്ടികളിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. അപ്പോൾ ചില കാര്യങ്ങൾ മിസ്പ്ലേസ് ചെയ്തെന്ന് എനിക്ക് പറയാനുള്ളത്. ABSന്റെ മോഡുലേറ്റർ ആണെങ്കിലും കറക്റ്റ് സ്ഥലത്തല്ല അത് കൊണ്ടുപോയി വെച്ചത് എന്നുള്ളതും വലിയൊരു മൈനസ് തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് വലിയൊരു ഭാരം വരുന്ന, ചിലവ് വരുന്ന, ABS എന്ന ഒരു കൺസെപ്റ്റിൽ വാഹനം എടുക്കുന്ന ആൾക്ക് ABS ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശരിക്കും റോയൽ എൻഫീൽഡ് BS6 വണ്ടീനെ പിന്നെ എൻ്റെ ABSന്റെ മോഡുലേറ്റർ പ്ലേസ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ ഇറങ്ങിയൊരു BS6 വണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ ഇറങ്ങിയ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള BS6 ആണ്. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ ബ്ലാക്ക് എഞ്ചിനൊക്കെ സെറ്റ് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുള്ളത്. സെൽഫ് സ്റ്റാർട്ട് ഓപ്ഷനിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ സ്റ്റാൻഡേർഡിന് പിന്നെ വലിയൊരു വിഷയമാണ് ഈ ഒരു എംബ്ലം. ഈ ഒരു 3D എംബ്ലം പൊളിഞ്ഞു പോവാന്നുള്ളത്. അല്ല, ഈ സാധനം തീരെ ക്വാളിറ്റി ഇല്ലാതെ റോയൽ എൻഫീൽഡ് ഇറക്കിയെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സാധനത്തിന് 1500 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് വൃത്തിയില്ലെങ്കിൽ, ഈ ഒരു കാറ്റഗറി ഈ ഒരു സെക്ഷനിലുള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നത്, ഇത് വൃത്തിയില്ലെങ്കിൽ 1500 രൂപൻ്റെ അടുത്ത് വില വരുന്ന ഒരു 1400 സംതിങ് വില വരുന്ന, സോറി 1400 2000 കേട്ടോ, ഞാൻ മാറിപ്പോയതാണ്, 2400 ചില്ലാൻ രൂപ വില വരുന്ന ഒരു സ്റ്റിക്കറാണ് ഇത് രണ്ടെണ്ണം, പ്രോ. അപ്പോൾ ഇത് ഈ ഒരു എംബ്ലത്തിന് ഇത്രയും ക്വാളിറ്റി കുറച്ച് റോയൽ എൻഫീൽഡ് ഇറക്കിയെന്ന് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കൊരു പിന്നെ എന്താ പറയാന്നറിയില്ല. കാരണം അത്രയും പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ അത് ഈ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതും എൻ്റെ വെണ്ടേഴ്സിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ നേരെ മറിച്ച് ഈ ഒരു വിഷയം, അതിന്റെ വേറെ ആയിട്ട് ഈ ഒരു സ്റ്റിക്കറിന് ഒരു വിഷയം ഒന്നും സംഭവിക്കാറില്ല. ഇതിന് വരുന്നു ഇത് കോട്ടിങ് പോലെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് കൊടുത്തിട്ടുള്ള വെണ്ടേഴ്സിന്റെ എന്തോ ഒരു പ്രശ്നമായിരിക്കാം. ക്വാളിറ്റി ഈ കോട്ടിങ് അങ്ങ് പറഞ്ഞു പോകും. മുകളിലൊരു ക്ലിയർ കോട്ടുണ്ട്, ആ ക്ലിയർ കോട്ട് അങ്ങ് പറഞ്ഞു പോകും. പിന്നെ ഇത് മൊത്തം ഇങ്ങനെയാവും, പിന്നെ ഒരു വൃത്തികേടാവും. ഒരാളുകൾ പറിച്ച് കളയാൻ ചെയ്യാറ്. അതിൻ്റെ ഒരു പ്രൈസ് കേൾക്കുന്ന സമയത്ത് ആളുകൾ രണ്ടാമത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റയറായിട്ടുള്ള ആളുകൾ മാത്രമേ അത് വേണമെന്നുള്ളത് പറയുന്നുള്ളൂ. അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2500 രൂപ വില വരും, 2400 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ പ്രൈസും കൂടെ നിങ്ങൾ അതിനനുസരിച്ച് മൈനസ് ചെയ്തിട്ട് വണ്ടി വാങ്ങിക്കുക.
അതൊരു മൈനസ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റാൻഡേർഡിൻ്റെ മാതിരി തന്നെ ഉള്ളൂ. മൈനസായിട്ട് ഞാൻ എടുത്തു പറഞ്ഞ് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കോമൺ ആണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ എക്സോസ്റ്റ് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ എക്സോസ്റ്റ് മാറ്റി സൈലൻസർ മാറ്റിയിട്ടുള്ളതാണ്, അത് ഇല്ലീഗലാണ്. ഒരിക്കലും നമ്മളിത് റെക്കമെൻഡ് ചെയ്യണില്ല. ഇത് ഇപ്പോൾ നിയമവിരുദ്ധമാണ് സൈലൻസർ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി സൈലൻസർ മാറ്റിയിട്ടാണുള്ളത്. അപ്പോൾ ഇത് സ്റ്റോക്ക് സൈലൻസർ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഫൈൻ കിട്ടുന്നുള്ളതുകൊണ്ട് സ്റ്റോക്ക് സൈലൻസർ വെക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നമ്മളടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി പാർട്ടി ഗൾഫിലായിരുന്നു, അപ്പോൾ അത് അറിയില്ല പിന്നെ ഫൈൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് സ്റ്റോക്കിലേക്ക് മാറ്റാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ബേസിക് സൈലൻസർ സൗണ്ട് വേണമെന്നവർക്ക് വെക്കാം. ഒരു 5000 രൂപ ഫൈൻ ആവുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ അത് നിങ്ങൾ റിസ്ക്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. എക്സോസ്റ്റ് സൈലൻസർ മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.